ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ശ്രീനിച്ചേട്ടനും കുടുംബവും ഒരുമിച്ച് ഒരു അഭിമുഖത്തിന് എത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് ഇന്റർവ്യൂവിനൊക്കെ വന്നു. പക്ഷേ ഇപ്പോഴും ഇവരുടെ റൊമാൻറ്റിക് ഒക്കെ നമുക്ക് പോയി ഇന്നത്തെ ഇന്റർവ്യൂവിലൊക്കെ കാണാൻ പറ്റും. ശ്രീനിച്ചേട്ടൻ അതൊക്കെ റെഡി ആയിട്ടിരിക്കും അല്ലേ ശ്രീനിച്ചേട്ടാ? ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു, പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു പോകും. നമ്മൾ കുറെ ആയില്ല കണ്ടിട്ട് അല്ലേ? അതെ. എന്നെ ശ്രീനിച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അപകടമല്ലേ? നമ്മൾ കാണണ അതെ. എന്താണ് അപകടം? അതെ, എന്താ കണ്ടുകൊണ്ടുള്ള ഗുണമൊന്നുമില്ലേ? നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ മേലേ? നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കെന്താ ഗുണമെന്ന് ഞാൻ ചോദിച്ചു. ശ്രീനിച്ചേട്ടൻ അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടുക. പൈസക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണം. പൈസക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ എത്ര രൂപയാണ് നല്ല കാര്യം പറയാൻ? എത്ര രൂപയാണ് ചീത്ത കാര്യം പറയാൻ? എത്ര രൂപയാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞ 5000. ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചീത്ത കാര്യങ്ങൾ 15000. അപ്പൊ നല്ല കാര്യങ്ങൾ മതി എനിക്ക്. ഓക്കെ ആണോ? ശരി, എന്നാ പൈസ. അല്ല പൈസ പണ്ട് ചെക്കല്ലേ സിനിമയ്ക്ക്, അതുപോലെ ചെക്ക് കയറി ഞാൻ. ചെക്കൊന്നും വേണ്ട. ഗൂഗിൾ പേ ഫോൺ ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ ഫോൺ ഏതിലാ? ചാനലുകാര് എനിക്ക് 50,000 രൂപ കള്ളന്മാര് ഇതുവരെ കാശ് വന്നില്ല. 5 കൊല്ലായി. അതൊക്കെ തരുന്നേ. അത് എയർലെക്സ് എന്ന് പറയുന്ന അവിടെ ഞാൻ തൃശ്ശൂർ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞു കോമഡി അവാർഡ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഈ അവാർഡ് 50,000 രൂപയുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ചു. ആ നിർബന്ധിച്ച് ആളെ പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവസാനം ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എയർടെക്സിന്റെ ഹാളിൽ ഞാൻ എത്തി. അങ്കമാലിയിൽ. എന്നിട്ട് അവാർഡ് എന്തോ ഇതെന്ന് പറഞ്ഞ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അങ്ങനെന്തോ ഭയങ്കര പേര്. നമ്മൾ കേൾക്കാത്തൊരു പേര്. കേട്ടാ ഞെട്ടിപ്പോവും. അങ്ങനത്തെ ഒരു പേര്. നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ല ഒന്നും. പക്ഷെ ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ അച്ചീവ് ചെയ്തു. അങ്ങനെ 50,000 രൂപയുടെ ഒരു കവർ എനിക്ക് തന്നു. എന്നെ വിളിച്ച ആള് എന്നോട് പറഞ്ഞു, ചേട്ടാ അതൊരു ഫേക്ക് സാധനമാണ് തന്നത്, പൈസ വേറെയുണ്ട്, ഒന്ന് അക്കൗണ്ട് നമ്പർ അയച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേ കള്ളൻ എന്നോട് പറയും അത് ക്രോസ് ചെയ്ത ഒരു ചെക്ക്, എൻ്റെ ആധാർ കാർഡ്. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തോ പൈസ ഉണ്ടായിരുന്നു. അവരിനോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. ആ അക്കൗണ്ടിൽ പൈസ അയക്കുകയും ചെയ്തു. അവര് അവാർഡ് എനിക്ക് കിട്ടിയത് ചിന്താവിഷ്ട ശ്യാമള എന്ന സിനിമക്കാണ്. അതർ സോഷ്യൽ ഇഷ്യൂസിൻ്റെ ഏറ്റവും നല്ല ഫിലിമായിട്ട് ആ പടം അക്കൊല്ലം സെലക്ട് ചെയ്തു. അതിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് പോലും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് ഇവരാവശ്യപ്പെടുന്നത്. എൻ്റെ ജാതകം വരെ ഇവർക്ക് വേണം, എന്നാലേ ആ പൈസ കിട്ടുമെന്നായി. അവിടെ പോയിട്ട് മുഴുവൻ കള്ളങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവസാനം എന്നെ വിളിച്ചാണ്. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ ഞാനൊരു സാധാരണക്കാരനല്ല എന്ന് പുള്ളിക്ക് അവിടെ തെളിയിക്കണം. അപ്പോൾ പുള്ളി പറയാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിക്കുകയുള്ളൂ, ഇദ്ദേഹം അഭിനയിക്കും, സംവിധാനം ചെയ്യും, എഴുതും. അപ്പോൾ അവരെക്കാളും വലിയ സൂപ്പർ സ്റ്റാറാണ് ഇദ്ദേഹം. അങ്ങനത്തെ പച്ചക്കള്ളം പറഞ്ഞ കള്ളനായാള്. നിങ്ങൾ അങ്ങനത്തെ ആളല്ലേ? അഭിനയിക്കും, എഴുതും, ഡയറക്റ്റ് ചെയ്യും. ഞാൻ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും ഒരിക്കലും സൂപ്പർ സ്റ്റാർ എല്ലാ മേഖലയിലും. എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഇയാൾ വിളിച്ചുകൊണ്ട് വന്നത് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും വലിയൊരാളാണ് ഞാൻ
അവിടെയുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നുണ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങനത്തെ കള്ളം പറയുന്ന ആൾക്കാർ കള്ളനല്ലേ. അതെ 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 ആ കള്ളന്റെ കീഴിലുള്ള വേറൊരു കള്ളനാണ് എനിക്ക് ഈ പൈസ 50,000 രൂപ ഇതുവരെ തരാത്തത്. ആ അതൊക്കെ ഓർത്തിരിക്കുവല്ലേ? എല്ലാം ഓർത്തിരിക്കും. ഞാനിതെല്ലാം ഓർക്കും. എല്ലാ കാര്യവും ഓർമ്മയുണ്ടല്ലേ? അതെ, അത് നന്നായി, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഓർത്തിരിക്കണം എല്ലാം. അതെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം, നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം. ആ ഓർമ്മയിലുള്ളപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചേച്ചിയിൽ ഇപ്പൊ ഭാര്യയാണ്, ചേച്ചിയെ കുറിച്ചുള്ള നല്ല ഓർമ്മ എന്താണുള്ളത്? നല്ല ഓർമ്മ എന്താണുള്ളത്? പറയണം. ചേച്ചിയെ കുറിച്ചിട്ട് നല്ല ഓർമ്മകളൊന്നുമില്ല. ഒന്നുമില്ലേ? ചേച്ചി കേട്ടല്ലോ ഒന്നുമില്ല എന്ന് പറയണം. ചേച്ചി ചോദിക്കേ ചോദിക്കാം. നല്ല ഒന്നുമില്ല. എനിക്ക് അകപ്പാടൊരു അബദ്ധം പറ്റിയ വഴിയാന്ന് തോന്നുന്നു. ചേച്ചി കേട്ടല്ലോ, പറഞ്ഞോട്ടെ അല്ലേ? പറഞ്ഞോട്ടെ. ഒരിക്കലും അബദ്ധമല്ലാന്ന് ശ്രീചേട്ടൻ അറിയാ. ചിരിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇപ്പോഴും വേറൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടോണ്ടിരിക്കുകയാണോ? ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വന്തമാക്കി കഴിഞ്ഞാൽ എനിക്ക് സമാധാനാവും. കേട്ടല്ലോ അല്ലേ? ചേച്ചി ചോദിക്കുക ആരാന്ന് ചോദിക്കേ. ധൈര്യം വേണ്ടി ആരാന്ന് പറയാം. ഇപ്പോഴും ചോദിക്കാൻ ധൈര്യമില്ല. ചേച്ചി ചോദിക്കാൻ ധൈര്യമില്ലാന്നുണ്ടോ? ശ്രീചേട്ടൻ കള്ളം പറയല്ലോ കേട്ടോ. ഞാൻ ഇത് കള്ളം. ആളെ പേര് ഞാൻ പറയില്ലെങ്കിലും ഇപ്പൊ ചെലപ്പോ പറയില്ല. പക്ഷെ ആളുണ്ട്, ഇവളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ആള് കല്യാണം കഴിക്കണം നേരത്തെ പ്രാവശ്യം പറഞ്ഞു. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അപ്പൊ ഞാൻ നുണ പറഞ്ഞിട്ടില്ല എന്നുള്ള ഉറപ്പായില്ലേ? കല്യാണം കഴിക്കണം എന്ന് എന്നോട് പറഞ്ഞേ. അത് ഇപ്പോഴും പറയുന്നുണ്ട്. കല്യാണം കഴിക്കണം എന്നാ പറഞ്ഞു നടക്കുന്നു. സിനിമയിൽ ഒത്തിരി കല്യാണം കഴിച്ചിട്ടില്ലേ? അതുപോലെ ജീവിതത്തിൽ ഇനിയും കല്യാണം. അതായത് മെനിയെന്ന് ഇവിടെ ഒരു ഡോക്ടർ വന്നു. ആ ഡോക്ടർ കൊണ്ടുവന്ന ആള് പറഞ്ഞു, കുട്ടികളില്ലാത്തവർക്ക് അങ്ങനത്തെ ചികിത്സയൊക്കെ അറിയാവുന്ന ആളാണ് കുട്ടികളുണ്ടാവാൻ. ഞാൻ പറഞ്ഞ് എനിക്കൊന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ വേണം. കാരണം ജയന് 34-ാമത്തെ വയസ്സായത്. ഈ 34 വയസ്സിന് ഇപ്പോഴത്തെ എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് കുട്ടികളെ വേണം. അവിടെ അദ്ദേഹത്തെ കടന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞല്ലോ എനിക്ക് വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ. അതൊക്കെ നടക്കട്ടെ. ചേച്ചി സമ്മതിക്കില്ല. കല്യാണം നടക്കുന്ന മോഹം മനസ്സിലിരുന്നോട്ടെ. അത് മോഹം മനസ്സിലിരുന്നത് പറയണൊക്കെ നമ്മള് കേൾക്കും അല്ലേ ചേച്ചി? മോഹം മനസ്സിലിരുന്നോട്ടെ. ഞാൻ എവിടെയെങ്കിലും ചെയ്യും. കല്യാണം കഴിച്ചാൽ ഞാൻ തന്നെ ചെയ്യും. ഞാൻ തന്നെ കല്യാണം കഴിക്കും. ഇപ്പൊ പറയില്ല. ഇപ്പൊ പറയില്ല. അപ്പൊ ആ ഒരു കാര്യം ഓക്കെ. അതിനൊരു തീരുമാനമായല്ലോ. ചേട്ടാ ഒരു തീരുമാനമായില്ലേ? എനിക്ക് തീരുമാനം കിട്ടിയില്ല. ചേച്ചി തീരുമാനം പറഞ്ഞു. എനിക്ക് കാര്യം പറയാൻ എന്താ ചെയ്യാന്ന് അതിപ്പോ പറയില്ല. കല്യാണം കഴിച്ചു കാണിച്ചാലേ പറയൂ. കഴിച്ചത് കണ്ടാലും പറയാന്നല്ലാതെ ഒരു തോക്കി കയറി വെടി വെക്കണില്ല ചേച്ചി. അപ്പൊ ശരിക്കും കല്യാണം കഴിക്കാൻ ശരിക്കും കല്യാണം കഴിച്ചോളൂ. കഴിക്കണ്ടെന്ന് പറയുന്നില്ല.